ഓ മുസ്ലിമീങ്ങളെ, ഇനി എപ്പോഴാണ് നിങ്ങൾ ഉണരുന്നത്? സ്പെയിനിലെ ഒരു മ്യൂസിയമിൽ ഒരു സ്റ്റാച്ചു ഉണ്ടായിരുന്നു. ഒരു യഹൂദി അതിനെ നോക്കാൻ പോയി. അതിലൊരു മുസ്ലിം സുജൂദിലായിരുന്നു. ഇസായി അയാളുടെ പുറത്ത് നിൽക്കുന്നുണ്ട്. അവന്റെ തോളുകളിൽ യഹൂദ് നിൽക്കുന്നുണ്ട്. അവരുടെ ഉദ്ദേശം ഇങ്ങനെയായിരുന്നു: മുസ്ലിം കുനിഞ്ഞതായും അവന്റെ പുറത്ത് ഇസായി നിന്നതായും അവന്റെ തോളുകളിൽ യഹൂദി നിന്നതായുമാണ്. ആ യഹൂദി ഉടൻ തന്നെ മ്യൂസിയമിലെ പുരോഹിതന്മാരോട് പോയി പറഞ്ഞു, ഈ മൂർത്തിയെ പെട്ടെന്ന് മാറ്റുക. അവർ ചോദിക്കുന്നു, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ലത് തന്നെയല്ലേ? ഏറ്റവും മുകളിൽ നിങ്ങളാണ് ഉള്ളത്. അപ്പോൾ ആ യഹൂദി പറയുന്നു, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റവും മുകളിൽ യഹൂദിയെയാണ്, പക്ഷെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റവും താഴെയുള്ള മുസ്ലിമിനെയാണ്. ഒരു പക്ഷെ ആ മുസ്ലിം സുജൂദിൽ നിന്ന് എഴുന്നേറ്റാൽ അവന്റെ പുറത്തിൽ നിന്ന് ഇസായും തോളിൽ നിന്ന് യഹൂദിയും നിലത്ത് വീഴും. അപ്പൊ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതേയല്ലേ മുസ്ലിമീങ്ങളുടെ കറന്റ് സിറ്റുവേഷൻ? നാം എല്ലാവരും APEK സുന്നി സലഫി എന്ന അവരവരുടെ ഗ്രൂപ്പിസമുമായി വാദത്തിൽ മുങ്ങിയിരിക്കുകയാണ്. എല്ലാവരുടെ മുകളിൽ യഹൂദികളാണ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. 57 മുസ്ലിം രാഷ്ട്രങ്ങൾ ഉണ്ടായിട്ടും ഫലസ്തീനെ യഹൂദികളിൽ നിന്ന് രക്ഷിക്കാൻ ഇന്നുവരെ ഒരു രാഷ്ട്രത്തിനും സാധിച്ചില്ല. അതിൽ ഒരേ ഒരു രാഷ്ട്രമായ ഇറാൻ മാത്രമാണ് ഒറ്റക്കായി യഹൂദികളെ പ്രതിരോധിച്ചത്. ബാക്കി 56 രാഷ്ട്രങ്ങൾ മൗനം പാലിച്ചുകൊണ്ട് സുന്നി ഷിയ എന്ന ഗ്രൂപ്പിസമുമായി തമ്മിൽ ഡിവൈഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇഖ്തിലാഫ് ഉണ്ടാകും, ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകും. പക്ഷെ അള്ളാഹു ഖുർആനിൽ പറഞ്ഞത് വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു. നിങ്ങൾ എല്ലാവരും ഒന്നിച്ചു അള്ളാഹുവിന്റെ കയറിൽ മുറുക്കെ പിടിക്കുക, തമ്മിൽ ഡിവൈഡ് ആകരുത്. ഇനി എപ്പോഴാണ് നിങ്ങൾ ഉണരുന്നത്? Wake up to reality.